വെക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അസുഖം വരാം, എനിക്കറിയത്തില്ല, നാളെ എനിക്കൊരു അസുഖം വരാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരാം, അതിലേക്ക് വേണ്ടി ഒരു 5000 രൂപ മാറ്റി വെക്കുന്നു. ബാക്കി 10000 രൂപ ഞാനൊരു ബാങ്കിൽ FD ആയിട്ട് നിക്ഷേപിക്കുന്നു. വ്യത്യാസം മനസ്സിലായി? അപ്പം എനിക്ക് കിട്ടിയ വരുമാനം 30000 രൂപ. അതിലെൻ്റെ നിലവിലത്തെ എനിക്ക് അറിയാവുന്ന ചെലവിനും ഒക്കെ ആയിട്ട് ഞാൻ ചിലവാക്കി കഴിഞ്ഞു. എത്രയാ? 15. അതിന് നമുക്ക് പറയാം നമ്മുടെ ചിലവുകൾ, നമ്മൾ പറയും എക്സ്പെൻസസ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ഇൻകത്തിൽ നിന്നും എൻ്റെ വരുമാനത്തിൽ നിന്നും എനിക്കുള്ള എല്ലാ ചെലവും പോയി ബാക്കിയുള്ളതാണ് എൻ്റെ 15,000 rupees. അതിൽ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ആവശ്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നതല്ലേ. നമ്മളൊരു അസുഖം വരാം, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കല്യാണം വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ അടുത്ത് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് നമ്മൾ മാറ്റി വെക്കും. ചിലപ്പോൾ ക്യാഷായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വീട്ടിലെപ്പോഴും കാണും. അതിനെ പറയുന്ന പേരാണ് സേവിങ്സ്. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമ്പാദ്യം. പക്ഷെ നാളെ, ഇന്നല്ല, നാളെ, അടുത്ത വർഷം, അതിന് ഇനി വരുന്ന വർഷം, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് എനിക്കൊരു മോനോ മോളോ അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടി, എനിക്ക് വീട് വെക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്ന ലോങ് ടേം പർപ്പസിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നതിനാണെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു വ്യത്യാസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എല്ലാ വ്യക്തികളുടെ കയ്യിലും